യേശുവിലേറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും നല്ലൊരു ദിവസം, അനുഗ്രഹീത ദിവസം ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളിന്ന് ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് ദൈവരാജ്യം നേടുവാനുള്ള വഴികൾ. പല വഴികളുണ്ട്. അതിലൊരു വഴി അച്ഛൻ ഇന്ന് പങ്കുവയ്ക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 25-ാം വാക്യം. എളുപ്പമുള്ളതല്ല. ഇവിടെ പറയുകയാണ്, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവിതത്തിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. ഈ ലോക ജീവിതം, നിത്യത, ഇത് രണ്ടും കർത്താവ് കമ്പയർ ചെയ്യുകയാണത്. ഇത് രണ്ടും കർത്താവ് താരതമ്യം ചെയ്യാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, ദിവസത്തിൽ നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നു, ധ്യാനിക്കുന്നു, ആരുമായിക്കൊള്ളട്ടെ. ഒരു പക്ഷേ നീ ഒരു മാതാവാകാം, പിതാവാകാം, മകനാകാം, മകളാകാം, ആരുമായിക്കൊള്ളട്ടെ. നിത്യതയിലേക്ക് നോക്കി നിത്യത ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കണം. അപ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ പലതും വേണ്ടാന്ന് വയ്ക്കണം. നിത്യതയും ദൈവരാജ്യവും നമ്മുടെ ജീവിതത്തിൽ വിലയുള്ള ഒന്നായി മാറണം. വില കൊടുത്ത് നമ്മൾ ഏറ്റവും വിലയായ ദൈവരാജ്യം നേടാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഈ വചനഭാഗം അർത്ഥമാക്കുന്നത്. വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസ് പറയുന്നത്, ഇപ്പോഴും അമിതമായ ആത്മസ്നേഹത്താൽ നിറഞ്ഞു ജീവിക്കുന്ന മക്കളുണ്ട്. എന്നിട്ട് ആ വിശുദ്ധൻ പറയാണ്, അത്തരക്കാർ തങ്ങൾ സ്വയം പരിത്യാഗം നേടിയെന്നോ ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ പിന്തുടരുന്നു എന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് വിശുദ്ധൻ പറയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, സ്വന്തമായി അല്ലെങ്കിൽ നേട്ടങ്ങൾക്ക് വേണ്ടി, ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു, അത് ദൈവരാജ്യത്തിലാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല എന്നാണ് വിശുദ്ധൻ പറയുന്നത്. ക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ട് നിത്യത നേടുന്നതിന് നമ്മുടേതായ ഈ ലോക ജീവിതത്തിൽ പലതും നഷ്ടമാക്കണം. അപ്പോൾ ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങളോട് നമ്മൾ മരിക്കണം. അപ്പോൾ ക്രിസ്തുവിൽ നമ്മൾ വീണ്ടും ജനിക്കും. അപ്പോൾ ഈ ഒരു ജനനമെന്ന് പറയുന്നത് ആത്മാവിലുള്ള ജനനമാണ്. ലോകത്തിൻ്റേതായ ജഡികമായ ലോകാഗ്രഹമുള്ള ഒരു ജനനമല്ല, മറിച്ച് പൂർണ്ണമായിട്ടും ആത്മാവ് നിറഞ്ഞ ഒരു ജീവിതം. അതിന് ഒന്ന് തമ്പുരാൻ പറയുന്ന കാര്യം, നീ നിൻ്റെ ഈ ലോക ജീവിതത്തെ വെറുക്കണം. വെറുക്കുക എന്നതിന് അർത്ഥമാക്കുന്ന ഇവിടെ ഈ ലോക ജീവിതത്തിന് വളരെ പ്രാധാന്യം കൊടുക്കാതെ ചെറിയ വില കൊടുത്തിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി കൂടുതൽ വില കൊടുത്ത് അതിനുവേണ്ടി ത്യാഗമെടുത്ത് ജീവിക്കുക. എപ്പോഴും ദൈവരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കുക. അതിനു വേണ്ടി നിൻ്റെ ജീവിതം കരുപ്പെടുത്തണം. ചില കാര്യങ്ങൾ നീ വേണ്ടാന്ന് വയ്ക്കണം. അങ്ങനെയുള്ളവർക്ക്, ദൈവരാജ്യത്തിന് വേണ്ടി വില കൊടുത്ത് ജീവിക്കുന്നവർ, ദൈവരാജ്യത്തിന് വില കൊടുത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് വില തരും. വിലയുള്ള സമ്മാനം നിനക്ക് തരും, നിത്യത. അപ്പോൾ നിത്യതയെ ഞാൻ താരതമ്യം ചെയ്യുമ്പോൾ ഈ ലോക ജീവിതത്തിൽ പലതും എനിക്ക് ഉപേക്ഷിക്കേണ്ടിയിരിക്കും. അത് ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറെ അനുഗ്രഹമായി കർത്താവ് മാറും. എങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, എന്നിൽ ഉള്ള അതിരുകടന്ന ആത്മസ്നേഹം പിഴുതെറിയുവാൻ എന്നെ സഹായിക്കണമേ. എന്നോട് തന്നെ ഒരു യഥാർത്ഥ ക്രിസ്തീയ മനോഭാവം ജീവിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ. ദൈവമേ, ദൈവരാജ്യത്തിന് വേണ്ടി എൻ്റേതായ പലതും ഉപേക്ഷിക്കുവാനും ദൈവരാജ്യത്തെ നിത്യതയെ ശ്രദ്ധിച്ചുകൊണ്ട് നിത്യതയെ ശ്രദ്ധ കേന്ദ്രിച്ചു മുന്നേറുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഈശ്വരാശ്വാസം തരാം. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.